എന്താ ഇരുന്നുറങ്ങാണോ ഉണ്ണി? എന്തിനാ ഇങ്ങനെ ഓരോ വികൃതിത്തരം കാട്ടാൻ പോണേ? അച്ഛനെ നീ ഇവിടെ എങ്ങനെ കാണാറുണ്ടോ? ഇല്ല. കള്ളും വെള്ളവും കുടിക്കാൻ കാശുണ്ടല്ലോ അയാൾക്ക്. സ്വന്തം മോനല്ലേ, അവൻ എങ്ങനെ കഴിയണു എന്നൊന്ന് അന്വേഷിച്ചൂടെ അയാൾക്ക്? നിന്റെ മുത്തച്ഛൻ ലോകായ ലോകം മുഴുവൻ കേസ് നടത്തുന്ന വീരനല്ലേ. മാസാമാസം നിന്റെ ചെലവിനുള്ള കാശ് കേസ് കൊടുത്ത് കൂട്ടുമ്മേ കയറ്റി വാങ്ങിക്കാൻ തന്തപ്പടിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. മുത്തച്ഛൻ കേക്കണ്ട, മുത്തച്ഛന്റെ ചെവിട് വല്ലാത്ത കിടക്കണോടത്ത് കേക്കും. നാണിയമ്മേ, നാണിയമ്മേ, പണിക്കാരും തള്ള പെറ്റുണ്ടായവര് തന്നെയാണെന്ന വിചാരം ഈ വീട്ടിൽ ഒരാൾക്കേ തോന്നിയിരുന്നുള്ളൂ, നിന്റെ അമ്മയ്ക്ക്. അവൾ പോയ പിന്നെ ഒക്കെ കണക്ക് തന്നെ. കിടന്നോ കുട്ടി? ഇപ്പൊ ആ വിദ്വാനെ കാണുവെച്ചാ ആ കള്ളു ഷാപ്പ് പോയാ മതി. കുട്ടി ഏതാ? നിങ്ങളെ വിടറോ? കാശും പണവും ഒന്നും ഇല്ലെങ്കിലും എടാ ഇത് മാത്തോട്ടത്തിലെ ശങ്കരൻകുട്ടിയാ, അറിയോ? അവിടെ കിടക്കട്ടോ, ബോധം തെളിയുമ്പോ താനെ വന്നോളൂ. ആ ശങ്കരൻകുട്ടി അല്ലേ കുട്ടി ചോദിച്ചേ? എവിടെയായിരുന്നു കുട്ടിയെ? എവിടെയില്ല. സ്കൂളില്ലാത്ത ദിവസം എന്തിനാ ഇങ്ങനെ തെണ്ടി നടക്കണേ? ആ ഇരുന്നോളൂ. നിന്നെ വിളിച്ച് കാണാണ്ടായപ്പോ ഞാൻ കഴിക്കാനിരുന്നു. ഇപ്പൊ വിളമ്പാ.
രവിയുടെ കൂടെ നിനക്കും ചോറുണ്ടോന്നൂടെ? ഗോപിക്ക് ഹോട്ടലിൽ അക്കൗണ്ടാ. ഓന്റെ അച്ഛൻ എമ്പാടും കാശുണ്ടോ? ക്യാപ്റ്റൻ ആ കയ്യൊന്ന് നീട്ടിക്കേ. ഇന്ന് ബിരിയാണി അല്ല, ചോറാ. മീനുണ്ടായിരുന്നു. മീനുണ്ട്, ഇറച്ചിയുണ്ട്. നല്ല മസാലേന്റെ മണം. ഒരു പുകതാ ക്യാപ്റ്റൻ. ഡ്രിൽ മാഷ് സ്പെഷ്യൽ ഓർഡർ ചെയ്തപ്പോ നമുക്ക് ഒരു പ്ലേറ്റ് ഇറച്ചി. പുതിയ ടീച്ചർ ചരക്കാണത്ര. ഡ്രിൽ മാഷ് പറഞ്ഞു. കൊടു ക്യാപ്റ്റൻ, ചുണ്ടുകൊള്ളും. നറുക്കിടാൻ ആളില്ലെങ്കിൽ നമ്മൾ വന്നു. വാടാ. പൊയ്ക്കോ പൊയ്ക്കോ. നല്ല ലെവല ചങ്ങാടി, നമുക്കൊന്ന് ഇളക്ക്. എടാ ഉണ്ണി, നിന്റെ അച്ഛനല്ലടാ അത്. ഉണ്ണിയുടെ അച്ഛനോ? ഇയാളോ? ഈ കള്ളൂടിയനോ? മേസ്ത്രി വയ്യേ? രണ്ട് ഭാഗത്തായിട്ട് നിക്കടോ. 5 രൂപയുടെ പണിയോ കിട്ടുന്നില്ല. നല്ലൊരു സൈറ്റ് കിട്ടാനും പകരം സമ്മതിക്കില്ല. അസത്ത് പിള്ളേരെ. ഗോപിയെ, വാസന്തി ടീച്ചറുടെ കയ്യിൽ നിന്ന് ചോറ്റുപാത്രം കാണില്ലല്ലോ. നശിപ്പിച്ചു. ഇതോട്ട് എടുത്ത് വെക്കടോ. അല്ലേലും ടീച്ചർ തടി കുറയ്ക്കുക നല്ലത്. അയാളൊരു നാറിയ. വാസന്തി ടീച്ചർക്ക് നന്നായിട്ട് ഏറ്റവും തോന്നണല്ലോ. അതാണ്ടാ പുതിയ ടീച്ചർ. പുതിയ ടീച്ചറെ കണ്ടാ ഇഷ്ട. എന്താ സ്റ്റൈല്. ഞാൻ പറഞ്ഞ ശരി. ആമ്യം കോയിന്നവരുടെ മകള് എനിക്കറിയാം. ശരിക്കറിയോ മേസ്ത്രി? ശരിക്കറിയാം. ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയാ. എന്നാ ഞാൻ ഒരു പാട്ടിളക്കട്ടെ. കണ്ടു നിൽക്കണ ബാല്യക്കാരുടെ കണ്ണു പൊളിക്കണ രണ്ണമേലി. ഗുരുഭക്തി ഇങ്ങനെ തന്നെയാ വേണ്ടത്. എടോ ബാല, പഠിക്കണ കുട്ടികളെ ഇങ്ങനെ ഇരുന്ന് നിരങ്ങാൻ വീണത് കഷ്ടാണ് ഇട്ടോ. ആരും നിരങ്ങരുത്, ജാഗ്രത. ഒരു തമാശയല്ലേ കുറുപ്പേ? കുട്ടികളല്ലേ. Assembly dismiss!